ലോകത്തിൽ ഒരാണും എൻ്റെ ശവശരീരം കണ്ടെത്തില്ല. അതിന് മനുഷ്യകുലത്തിന് ഒരിക്കലും സാധിക്കുകയില്ല. ക്ലിയോപാട്രയുടെ വാക്കുകളാണിത്. ലോകസുന്ദരി, ഈജിപ്ഷ്യൻ റാണിമാരിൽ ധീരവനിത, ബുദ്ധിസാമർഥ്യം, ലോകം കണ്ട തന്ത്രശാലിയായ ഭരണാധികാരി എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട് ക്ലിയോപാട്രയെ. അത്രയും വലുതായിരുന്നു ടോളമി രാജവംശത്തിലെ ഭരണാധികാരിയായ ക്ലിയോപാട്രയുടെ ഭരണമികവ്. 38 വയസ്സിൽ സ്വയം വിഷപ്പാമ്പിനെക്കൊണ്ട് കൊത്തിമരിക്കുകയും ആ ജീവിത കാലയളവിൽ 4 പുരുഷന്മാരുടെ കൂടെ ജീവിച്ച ആ 4 പുരുഷന്മാരിൽ 2 പേർ സ്വന്തം അനുജന്മാരും ആ കാലത്തെ പല പുരുഷന്മാരുടെയും പ്രണയപാത്രമായിരുന്നു ക്ലിയോപാട്ര. ക്ലിയോപാട്ര ഈജിപ്തിലെ ടോളമിക് സാമ്രാജ്യത്തിലെ അവസാന ഫറോവയായിരുന്നു. അവരുടെ ജീവിതകഥ നാടകീയവും പ്രണയവും രാഷ്ട്രീയ തന്ത്രങ്ങളും നിറഞ്ഞതാണ്. BC 69 അലക്സാണ്ട്രിയയിൽ ടോളമി 12 ഔലേറ്റ്സിൻ്റെ മകളായി ക്ലിയോപാട്ര ജനിച്ചു. ടോളമിക് രാജവംശം ഗ്രീക്ക് വംശജരായിരുന്നെങ്കിലും ക്ലിയോപാട്ര ഈജിപ്ഷ്യൻ ഭാഷ പഠിച്ച ഏക ടോളമിക് ഭരണാധികാരിയായിരുന്നു. ചെറുപ്പം മുതലേ ബുദ്ധിയും രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ താൽപ്പര്യവും പ്രകടിപ്പിച്ചിരുന്നു. BC 51 പിതാവിൻ്റെ മരണശേഷം 18 വയസ്സായ ക്ലിയോപാട്ര തൻ്റെ 10 വയസ്സൻ സഹോദരനായ ടോളമി 13 ഈജിപ്തിൻ്റെ ഭരണം ഏറ്റെടുത്തു. ഈജിപ്ഷ്യൻ ആചാരമനുസരിച്ച് അവർ സഹോദരനെ വിവാഹം കഴിച്ചു. എന്നാൽ അധികാരം പങ്കുവെക്കുന്നതിൽ അവർക്കിടയിൽ തർക്കങ്ങളുമുണ്ടായി. ടോളമി 13 ഉപദേശകർ ക്ലിയോപാട്രയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചു. അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ക്ലിയോപാട്ര റോമൻ സഹായം തേടി. ഈ സമയത്താണ് ജൂലിയസ് സീസർ ഈജിപ്തിൽ എത്തുന്നത്. റോമിൽ ആഭ്യന്തര യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു അത്. സീസറിനെ സമീപിക്കാൻ ക്ലിയോപാട്ര സാഹസികമായ ഒരു വഴി സ്വീകരിച്ചു. ഒരു പരവതാനിയിൽ ഒളിപ്പിച്ച് തന്നെ സീസറിൻ്റെ മുമ്പിലെത്തിച്ചു. ക്ലിയോപാട്രയുടെ സൗന്ദര്യത്തിലും ബുദ്ധിയിലും സീസർ ആകൃഷ്ടനായി. സീസറിൻ്റെ സഹായത്തോടെ ക്ലിയോപാട്രയ്ക്ക് സിംഹാസനം തിരിച്ചുപിടിക്കാൻ സാധിച്ചു. ടോളമി 13 നൈൽ നദിയിൽ മുങ്ങി മരിച്ചു. പിന്നീട് ക്ലിയോപാട്ര തൻ്റെ മറ്റൊരു സഹോദരനായ ടോളമി 14 വിവാഹം കഴിക്കുകയും സഹഭരണാധികാരിയാകുകയും ചെയ്തു. സീസറുമായി ക്ലിയോപാട്രയ്ക്ക് ഒരു മകനുണ്ടായി. അവന് ചെറിയ സീസർ എന്നർത്ഥം വരുന്ന സിസേറിയൻ എന്ന് പേരിട്ടു. സീസറിൻ്റെ ശക്തി ഈജിപ്തിന് ഗുണകരമാകുമെന്ന് ക്ലിയോപാട്ര വിശ്വസിച്ചു. സീസർ റോമൻ സാമ്രാജ്യത്തിൽ സിസേറിയനെ അടുത്ത അവകാശിയായി പ്രഖ്യാപിക്കണമെന്ന് ക്ലിയോപാട്ര ആഗ്രഹിച്ചെങ്കിലും സീസർ അതിന് തയ്യാറായില്ല. BC 44 സീസർ റോമിൽ വെച്ച് വധിക്കപ്പെട്ടു. സീസറിൻ്റെ മരണശേഷം ക്ലിയോപാട്രയുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റു. ഈ സമയം ക്ലിയോപാട്ര ടോളമി 14 വിഷം കൊടുത്തു കൊന്നു എന്നും സിസേറിയനെ സഹഭരണാധികാരിയാക്കി എന്നും പറയപ്പെടുന്നു. സീസറിൻ്റെ മരണശേഷം റോമൻ സാമ്രാജ്യത്തിൽ അധികാരം പിടിച്ചെടുക്കാൻ മാർക്ക് ആന്റണി, ഒക്ടേവിയൻ, ലെപ്പിഡസ് എന്നിവരടങ്ങുന്ന ഒരു ത്രിമൂർത്തി ഭരണം നിലവിൽ വന്നു. മാർക്ക് ആന്റണി കിഴക്കൻ റോമൻ പ്രവിശ്യകളുടെ ചുമതല ഏറ്റെടുത്തു. ക്ലിയോപാട്രയെ നേരിൽ കാണാൻ ആന്റണി തൽസിനെ ക്ഷണിച്ചു. ക്ലിയോപാട്ര ആകർഷകമായ വേഷവിധാനങ്ങളോടെയും ആഡംബരത്തോടെയും ആന്റണിയെ കാണാനെത്തി. ആന്റണി ക്ലിയോപാട്രയുടെ സൗന്ദര്യത്തിലും വ്യക്തിത്വത്തിലും വീണ്ടും ആകൃഷ്ടനായി. അവർക്കിടയിൽ ശക്തമായ പ്രണയബന്ധം ഉടലെടുത്തു. ഈ ബന്ധത്തിൽ അവർക്ക് 3 കുട്ടികളുണ്ടായി. ആന്റണി റോമിൽ ഒക്ടേവിയനുമായി വഴക്കടിച്ചപ്പോൾ ക്ലിയോപാട്ര അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും നൽകി. ഈജിപ്തിനെയും അതിൻ്റെ വിഭവങ്ങളെയും ആന്റണി തൻ്റെ രാഷ്ട്രീയപരമായ നേട്ടങ്ങൾക്കായി ഉപയോഗിച്ചു. ക്ലിയോപാട്രയും ആന്റണിയും തമ്മിലുള്ള സഖ്യം ഒക്ടേവിയന് ഭീഷണിയായി മാറി. ഈജിപ്തിൽ നിന്നുള്ള സ്വാധീനം റോമിന് വെല്ലുവിളിയാകുമെന്ന് ഒക്ടേവിയൻ ഭയപ്പെട്ടു. റോമൻ സെനറ്റിൽ ആന്റണി ക്ലിയോപാട്രയുമായി ചേർന്ന് കിഴക്കൻ സാമ്രാജ്യം രൂപീകരിക്കാൻ ശ്രമിക്കുന്നതായി ഒക്ടേവിയൻ ആരോപിച്ചു. ഇത് വലിയൊരു യുദ്ധത്തിലേക്ക് നയിച്ചു. BC 31 നടന്ന ആക്ടിയം യുദ്ധത്തിൽ ആന്റണിയുടെയും ക്ലിയോപാട്രയുടെയും നാവികസേന ഒക്ടേവിയൻ്റെ സൈന്യത്തോട് പരാജയപ്പെട്ടു. ഈ പരാജയത്തോടെ ആന്റണി ആത്മഹത്യ ചെയ്തു. ക്ലിയോപാട്ര തടവിലാക്കപ്പെടാതിരിക്കാനും ഒക്ടേവിയൻ്റെ വിജയാഘോഷയാത്രയിൽ പ്രദർശിപ്പിക്കപ്പെടാതിരിക്കാനും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. BC 30 ഓഗസ്റ്റ് 12 ക്ലിയോപാട്ര വിഷപ്പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് ആത്മഹത്യ ചെയ്തുവെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. എന്നാൽ വിഷം ഉള്ളിൽ കഴിച്ചായിരിക്കാം മരിച്ചതെന്നും പറയപ്പെടുന്നു. ഇന്നും ലോകത്തിലെ ഒരു മനുഷ്യനും ക്ലിയോപാട്രയുടെ ശവകുടീരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ക്ലിയോപാട്രയുടെ മരണത്തോടെ ഈജിപ്തിൽ ടോളമിക് ഭരണത്തിന് അന്ത്യം കുറിക്കുകയും ഈജിപ്ഷ്യൻ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു പ്രവിശ്യയായി മാറുകയും ചെയ്തു. ക്ലിയോപാട്രയുടെ ജീവിതം ദുരന്തത്തിൽ അവസാനിച്ചുവെങ്കിലും അവരുടെ ബുദ്ധിശക്തിയും രാഷ്ട്രീയതന്ത്രജ്ഞതയും സൗന്ദര്യവും അവരെ ചരിത്രത്തിലെ അവിസ്മരണീയമായ വ്യക്തിത്വമാക്കി മാറ്റി.